കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കഴിച്ച് വയറ് നിറയ്ക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എൻ്റേത്. കാര്യം എല്ലാവർക്കും എല്ലാം വിളമ്പി കൊടുക്കും, നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കത്തില്ല, ഉള്ളതുപോലെ കഴിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചോറ് അങ്ങോട്ട് വിളമ്പി വെക്കും, കുറേശ്ശെ കറി കൂട്ടാൻ, അത് കഴിക്കാനും മാത്രം എന്തെങ്കിലുമൊക്കെ കഴിക്കും. പിന്നെ അതിനിടയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കാനോ മറ്റ് സാധനങ്ങൾ ശരീരത്തിന് ഗുണമുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് ഡോക്ടർമാരും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞാലും നമുക്ക് അതങ്ങോട്ട് പറ്റത്തില്ല. ഈ ചോറങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പഴമോ ഫ്രൂട്ട്സോ ഒന്നും നമുക്ക് കഴിക്കാൻ വയറ്റിൽ സ്ഥലം കാണത്തില്ല. കാര്യം പണി ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് കഴിച്ച് നടക്കും. ഫ്രൂട്ട്സും ഒന്നും കഴിക്കാനൊരു ശ്രദ്ധ കൊടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പം ഒരു മാസമായിട്ട് ഞാൻ എൻ്റെ ഡയറ്റൊക്കെ കുറേശ്ശെ മാറ്റി. അതിൻ്റെ ഞാൻ വീഡിയോ ഒക്കെ പിന്നീടിടാം. അതൊക്കെ മാറ്റി കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു നല്ലൊരു റിസൾട്ടാണ് ഇപ്പം കാണുന്നതെന്ന്. അപ്പം നമ്മളൊക്കെ എല്ലാവരും ലേഡീസ് പ്രത്യേകിച്ച് അവനവൻ്റെ ശരീരം ഒന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഇനിയുള്ള സമയമെങ്കിലും നമ്മുടെ ശരീരം ശ്രദ്ധിക്കുക, നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക, ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള സൗന്ദര്യം അത് കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. ഒരു പുതിയ വർഷം വരുമ്പോഴത്തേക്കിന് നമുക്ക് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയുക. മറ്റുള്ളവർ നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ നമ്മൾ കഴിയുന്നത് ശ്രദ്ധിക്കുക. കാര്യം ആർക്ക് വേണേൽ കയറി നമ്മളെ എന്തോ പറയാം, എന്തോ ചെയ്യാം എന്നുള്ള ഒരവസ്ഥ അതങ്ങ് മാറ്റിയേക്കണം. നമ്മുടെ അടുത്ത് വന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ അവരൊന്ന് ചിന്തിക്കണം. അതുപോലൊക്കെ വേണം ഇനി മുമ്പോട്ട് പോകാൻ. പിന്നെ നമ്മുടെ വരുമാനം അനുസരിച്ച് നമ്മൾ ഈ ഒരു പുതിയ 2026 തുടങ്ങുമ്പോഴത്തേക്കിന് ജീവിക്കാനൊക്കെ ഒന്ന് പഠിക്കണം. 4 വശത്തുനിന്നും കടം വാങ്ങിച്ച് കൂട്ടാതെ നമ്മുടെ വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒക്കെ മുമ്പോട്ട് പോവുക. കുഞ്ഞുങ്ങളെയൊക്കെ സ്നേഹത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഒരുപാട് വഴക്ക് പറയാതെ, അവരെ അലട്ടാതെ. അവരെ നമ്മൾ വഴക്ക് പറയാനൊന്നും പോയി കഴിഞ്ഞാൽ അവരാരും നമ്മുടെ കാര്യങ്ങളൊന്നും കേൾക്കത്തില്ല, നമ്മളെ അനുസരിക്കത്തൊന്നുമില്ല. അപ്പം സ്നേഹത്തോടെ അവരെ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുക. ഹസ്ബൻഡ് വൈഫ് തമ്മിലൊക്കെ വീട്ടിൽ വലിയ വഴക്കും ബഹളങ്ങളും ഒന്നിനെക്കുറിച്ചും ഒരുപാട് തർക്കങ്ങളൊന്നും വീട്ടിൽ നടത്താതെ ഇരിക്കുക. അവനവൻ വേർഷിപ്പ് ചെയ്യുന്ന രീതി അതേതാണോ അത് നല്ല രീതിക്കൊക്കെ നടത്തിക്കൊണ്ട് പോവുക. കുടുംബത്തെ സമാധാനത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ ഇരിക്കാൻ ഒക്കെ ശ്രമിക്കുക. അങ്ങനെ ഈ 2026 നമുക്ക് നല്ലൊരു വർഷമാവട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നു. അതുപോലെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട്, എല്ലാവരും വന്ന് ലൈക്ക് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും ഒക്കെ. എന്തായാലും കുഞ്ഞൊരു ചാനലല്ലേ, അതിനകത്ത് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ പുതിയൊരു വർഷം കൂടെ വന്നു ചേരുക. ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെയുള്ള ഒരു വർഷമായിരിക്കട്ടെ നമുക്കിനി വരുന്നത്, അല്ലേ? വലിയ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നും അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. ആകെ വിചാരിക്കുന്നത് നമ്മുടെ ശരീരവും മനസ്സും നല്ലതാക്കി വയ്ക്കുക. അത്രയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മൂഡുണ്ടാകും. എല്ലാ വർഷവും കുറേ ന്യൂ ഇയർ റെസൊല്യൂഷൻസൊക്കെ മനസ്സിൽ വിചാരിക്കും, ഒന്നും നടക്കത്തില്ല. എന്നിട്ട് വർഷം മൊത്തം അയ്യോ അത് ചെയ്തില്ലല്ലോ, വിചാരിച്ചതൊന്നും നടന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിങ്ങനെ ഇരിക്കും. ഇപ്രാവശ്യം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. വരുന്ന പോലെയൊക്കെ വരട്ടെ. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക, അതുമാത്രം. നമ്മുടെ മാനസികാരോഗ്യം നല്ലതാക്കി വയ്ക്കുക. അപ്പം എല്ലാവർക്കും പുതിയൊരു വർഷം ഒന്നുകൂടെ ആശംസിച്ചുകൊണ്ട് വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.